ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയും തമ്മിലുള്ള ബന്ധം അതുമായിട്ട് ബന്ധപ്പെട്ടവർ ചോദിക്കണം. എനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയില്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് എനിക്ക് ബന്ധമില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ വാർത്താ ചാനലുകളിലൂടെ കാണുന്ന കാര്യങ്ങൾ മാത്രമേ എനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പറ്റി അറിയാൻ പറ്റൂ. അതുകൊണ്ട് എനിക്ക് കൂടുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയില്ല. ഞാൻ ദേവസ്വം ബോർഡ് ഉണ്ടായിരുന്ന കാലത്ത് അങ്ങനെ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ ഇല്ല. ഇപ്പോൾ നടക്കുന്ന ഈ ഒരു ആരോപണങ്ങളോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? വളരെ ഈ ദുരൂഹതകൾ ഓരോ ദിവസവും പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കില്ലേ. ആദ്യം ഇവിടുന്ന് പറഞ്ഞ ഇവര് ദ്വാരപാല ശില്പം സ്വർണ്ണം പൊതിയാൻ വേണ്ടി കൊണ്ടുപോയി എന്ന് പറഞ്ഞു. ഇപ്പം വേറൊരു ചാനലിൽ കാണിക്കുന്നു ജയറാവും എല്ലാം കൂടി പങ്കെടുത്ത് ചെന്നൈയിൽ എവിടെയോ ഇതിന്റെ പ്രദർശനം, അതായത് കട്ടളപ്പള്ളിയുടെ ഒക്കെ പ്രദർശനം നടന്നു എന്ന് പറയുന്നു. അപ്പൊ ഇത് ഇങ്ങനെ വെറുതെ വിടാനുള്ള ഒരു കാര്യമല്ല. ചെറിയ ഒരു ഈ സ്വർണ്ണപ്പാളിയിലോ അല്ലെങ്കിൽ ദ്വാരപാലകളിലോ അവശേഷിക്കുന്ന ഒരു കാര്യമല്ല. മാത്രമല്ല ഇതൊക്കെ ദേവസ്വത്തിന്റെ, അതായത് ക്ഷേത്രത്തിന്റെ പരിധി വിട്ട് പുറത്തു കൊണ്ടുപോകാൻ ആർക്കും അനുവാദമില്ല. ദേവസ്വം മാനേജർ പറയുന്നത് ഇത്തരത്തിലുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടന്നുണ്ടെങ്കിൽ അത് ദേവസ്വത്തിന്റെ അതായത് ക്ഷേത്രങ്ങളുടെ പരിധിക്കുള്ളിൽ വെച്ച് തന്നെ നടത്തണമെന്നാണ് ദേവസ്വം മാനേജർ വ്യവസ്ഥയുള്ളത്. അതിന് വിപരീതമായിട്ട് ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോവുകയും അത് ഉത്തരവാദിത്തമില്ലാത്ത ഒരു പോറ്റിയുടെ കൊടുത്തുവിടുകയും ഒക്കെ ചെയ്യുമെന്ന് പറയുന്നത് കുറ്റകരമായ അനാസ്ഥയാണ്. മാത്രമല്ല അത് ഗൗരവകരമായി കാണേണ്ട കാര്യമാണ്. ഇത് ചെറിയ ഇവിടുത്തെ ദേവസ്വത്തിന്റെ വിജിലൻസ് അന്വേഷിച്ചിട്ട് കാര്യമൊന്നുമില്ല. ദേവസ്വം ബോർഡ് ശമ്പളം കൊടുക്കുന്ന വിജിലൻസ് അന്വേഷിച്ചിട്ട് എവിടെ ചെന്നെത്തുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ വിജിലൻസിന്റെ അന്വേഷണം ഒന്നും തൃപ്തികരമല്ല. ഇത് CBI പോലെയുള്ള ഒരു ഏജൻസി അന്വേഷിക്കണം. വളരെ ഗുരുതരമായ കാര്യമാണ്. സാമ്പത്തിക ക്രമക്കേടുകളുണ്ട്, അതുപോലെ തന്നെ ആചാര ലംഘനങ്ങളുണ്ട്, അതുപോലെ തന്നെ ബാല്യബന്ധ വിരുദ്ധമായിട്ടാണ് പ്രവർത്തിച്ചിരിക്കുന്നത്, കോടതിയുടെ അനുവാദമില്ല, നിരവധി കാര്യങ്ങൾ ഇക്കാര്യത്തിലുണ്ട്. അതുകൊണ്ട് ഈ അന്വേഷണ പ്രകടനമാണ് ഇപ്പൊ നടക്കുന്നത്. ഇപ്പൊ നടക്കുന്നത് കുറെ ആളുകളെ രക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ചില ആളുകളുടെ അന്വേഷണമാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് ഈ വിജിലൻസ് അന്വേഷണവും ഈ വിജിലൻസ് ഒക്കെ ഉള്ള ആൾക്ക് തന്നെയാണല്ലോ ഇതൊക്കെ സംഭവിച്ചത്. ഈ വിജിലൻസ് ഉത്തരവാദിത്തമല്ലേ? ഈ വിജിലൻസ് നോക്കിക്കാണേണ്ടതല്ലേ? ഈ സാധനങ്ങൾ കൊണ്ടുപോയതിനെ കുറിച്ച് അന്വേഷിക്കേണ്ടതല്ലേ? അപ്പൊ 6 കൊല്ലം കഴിഞ്ഞിട്ട് ഈ കാര്യത്തെക്കുറിച്ച് അറിയാൻ പാടില്ലാത്തൊരു വിജിലൻസും ആ വിജിലൻസിന്റെ സംവിധാനവും ഈ കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ചിട്ട് ഒരു കാര്യമില്ല. അതിനെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് CBI പോലെയുള്ള ഏജൻസികളെ ഏൽപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കാര്യം കൂടെ, ഇപ്പോൾ വീണ്ടും ഒരു മണ്ഡലകാലം ആരംഭിക്കാൻ പോവുകയാണ്. ഇത്തരത്തിൽ വിശ്വാസികളുടെ വിശ്വാസം വെച്ച് ഇങ്ങനെ തട്ടിപ്പ് നടത്തുന്ന ആളുകൾ അത് വീണ്ടും മണ്ഡലകാലം വരുമ്പോൾ അതും മറ്റൊരു മങ്ങല ഏൽപ്പിക്കില്ലേ? മനസ്സിലായില്ല. വീണ്ടും ഒരു മണ്ഡലകാലം ആരംഭിക്കാൻ നവംബർ മാസം 15-ാം തീയതി മണ്ഡലം ആരംഭിക്കും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.